വേ ടു വിൻ PSC ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒപ്റ്റോമെട്രിസ്റ്റ് കേരള PSC സിലബസ് വൈസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ചാനലിലൂടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സിലബസിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആയിട്ടുള്ള ഒക്കുലാർ ഫാർമക്കോളജി എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ തന്നെ ബാക്കി വരുന്ന ഒരു ഡിസ്കഷനാണ് ഇന്നും. നമ്മുടെ റിവ്യൂ ഓഫ് ഒഫ്താൽമോളജി എന്ന് പറഞ്ഞ AK ഖുറാനയുടെ ടെക്സ്റ്റിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആദ്യം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. First question, intraocular penetration of topically instilled drugs is mainly determined by the corneal. Options A, epithelium, B, endothelium, C, stroma, D, Bowman's and Descemet's membrane. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ്, കോർണിയൽ എപ്പിത്തീലിയം ആണ്. ഇൻട്രാocular penetration of topically instilled drugs is mainly determined by the corneal epithelium. Next question, the antiviral drug used for treatment of cytomegalovirus retinitis is ഓപ്ഷൻസ് എ അസൈക്ലോവിർ, ബി ഗാൻസിക്ലോവിർ, സി ട്രൈഫ്ലൂറോഎഥിമിഡിൻ, ഡി ഓൾ ഓഫ് ദി എബോവ്. ഇതിൻ്റെ ആൻസർ എന്തായിരുന്നു? നമ്മൾ മുമ്പത്തെ പാർട്ടിൽ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. സൈറ്റോമെഗാലോ വൈറസ് റെറ്റിനൈറ്റീസിന് നമ്മൾ കൊടുക്കുന്ന ആൻറ്റിവൈറൽ ഡ്രഗ് എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ഗാൻസിക്ലോവിർ ആണ്. അസൈക്ലോവിർ എന്തിനായിരുന്നു? ഹെർപ്പസ് സിംപ്ലെക്സ് വൈറസ് ഇൻഫെക്ഷനും ഹെർപ്പസ് സോസ്റ്റർ വൈറസ് ഇൻഫെക്ഷനുമാണ് അസൈക്ലോവിർ കൊടുത്തിരുന്നത്. ട്രൈഫ്ലൂറോഎഥിമിഡിൻ മെയിനായിട്ട് കൊടുത്തിരുന്നത് ഹെർപ്പസ് സിംപ്ലെക്സ് വൈറസ് ഇൻഫെക്ഷൻ ആണ്. ഇക്കാര്യങ്ങൾ ഒന്നും കൂടെ ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ പ്രൈമറി ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ പൈലോകാർപ്പിൻ ഐ ഡ്രോപ്സ് ലോവേഴ്സ് ദ ഇൻട്രാ-ocular പ്രഷർ ബൈ ഇറ്റ്സ് ഡയറക്റ്റ് ആക്ഷൻ ഓൺ ദി ഓപ്ഷൻസ് എ ട്രബിക്കുലർ മെഷ്വർക്ക്, ബി സീലിയറി എപ്പിത്തീലിയം, സി ലോഞ്ചിറ്റ്യൂഡിനൽ ഫൈബേഴ്സ് ഓഫ് ദ സിലിയറി മസിൽ, ഡി ഓൾ ഓഫ് ദി എബോവ്. ഇതിൻ്റെ ആൻസർ എന്താണ്? പ്രൈമറി ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമയിൽ നമ്മൾ പൈലോകാർപ്പിൻ കൊടുക്കാറുണ്ട്. അത് നമ്മുടെ ഇൻട്രാക്കുലർ പ്രഷർ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? ലോവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് ഏതിലാണ് ആക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ലോഞ്ചിറ്റ്യൂഡിനൽ ഫൈബേഴ്സ് ഓഫ് ദ സിലിയറി മസിലാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ പ്രൈമറി ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമ പൈലോകാർപ്പിൻ ലോവേഴ്സ് ദ ഇൻട്രാക്കുലർ പ്രഷർ ബൈ ഇറ്റ്സ് ഡയറക്റ്റ് ആക്ഷൻ ഓൺ ദി ഓപ്ഷൻസ് എ സ്ഫിഞ്ചർ പ്യൂപ്പിലെ മസിൽ, ബി സിലിയറി എപ്പിത്തീലിയം, സി ട്രബിക്കുലർ മെഷ്വർക്ക്, ഡി ഓൾ ഓഫ് ദി എബോവ്. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ സ്ഫിഞ്ചർ പ്യൂപ്പിലെ മസിലാണ്. പ്രൈമറി ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമയിൽ ലോഞ്ചിറ്റ്യൂഡിനൽ ഫൈബേഴ്സ് ഓഫ് ദ സിലിയറി മസിൽസിലായിരുന്നു ആക്ട് ചെയ്യുന്നത്. എന്നാൽ ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമയിൽ സ്ഫിഞ്ചർ പ്യൂപ്പിലെ മസിലിൽ പോയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. രണ്ടുള്ള ഡിഫറൻസ് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റീറോയിഡ് ഇൻഡ്യൂസ്ഡ് ഒക്കുലാർ കോംപ്ലിക്കേഷൻ ഈസ് ഓപ്ഷൻസ് എ ഗ്ലോക്കോമ, ബി പാപ്പിലോ എഡിമ, സി സെൻട്രൽ റെറ്റിനൽ വെയിൻ ഒക്ലൂഷൻ, ഡി ഓൾ ഓഫ് ദി എബോവ്. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോവ് ആണ്. നമ്മുടെ AK ഖുറാനയുടെ ടെക്സ്റ്റിൽ ടോപ്പിക്കൽ സ്റ്റീറോയിഡ്സിൻ്റെ സൈഡ് എഫക്ട്സും സിസ്റ്റമിക് കോർട്ടിക്കോസ്റ്റീറോയിഡ്സിൻ്റെ സൈഡ് എഫക്ട്സും രണ്ടും പറഞ്ഞിട്ടുണ്ട്. അതിൽ ടോപ്പിക്കൽ സ്റ്റീറോയിഡ്സിൻ്റെ സൈഡ് എഫക്ട്സിൽ പറയുന്നതാണ് ഗ്ലോക്കോമ, കാറ്ററാക്റ്റ്, ആക്ടിവേഷൻ ഓഫ് ഇൻഫെക്ഷൻസ്, ഡ്രൈ ഐ ആൻഡ് ടോസിസ്. അതുപോലെ സിസ്റ്റമിക് കോർട്ടിക്കോസ്റ്റീറോയിഡ്സ് ഒക്കുലാർ കോംപ്ലിക്കേഷൻസും ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ തന്നെ സിസ്റ്റമിക് സൈഡ് എഫക്ട്സും ഉണ്ടാക്കുന്നുണ്ട്. അതിൽ ഈ സിസ്റ്റമിക് കോർട്ടിക്കോസ്റ്റീറോയിഡ്സ് ഉണ്ടാക്കുന്ന ഒക്കുലാർ കോംപ്ലിക്കേഷൻസിൽ വരുന്നവയാണ് കാറ്ററാക്റ്റ്, ഗ്ലോക്കോമ, ആക്ടിവേഷൻ ഓഫ് ഇൻഫെക്ഷൻ, ഡിലേഡ് വോണ്ട് ഹീലിംഗ്, പാപ്പിലോ എഡിമ ആൻഡ് സെൻട്രൽ റെറ്റിനൽ വെയിൻ ഒക്ലൂഷൻ. ഈ സിസ്റ്റമിക് സൈഡ് എഫക്ട്സിൽ അതിൻ്റെ ഒക്കുലാർ കോംപ്ലിക്കേഷനായിട്ട് എടുത്ത് പറയുന്നുണ്ട് പാപ്പിലോ എഡിമയും സെൻട്രൽ റെറ്റിനൽ വെയിൻ ഒക്ലൂഷനും. അപ്പോൾ ഇവിടെ ആൻസർ ഓൾ ഓഫ് ദി എബോവ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ടെക്നിക് ഓഫ് ബ്ലോക്കിംഗ് ദി ഫേഷ്യൽ നെർവ് അറ്റ് ദി നെക്ക് ഓഫ് മാൻഡിബിൾ ഈസ് ഓപ്ഷൻസ് എ വാൻ ലിൻസ് ബ്ലോക്ക്, ബി ഓബ്രീൻസ് ബ്ലോക്ക്, സി നട്ട്ബാത്ത് ബ്ലോക്ക്, ഡി അത്കിൻസൺസ് ബ്ലോക്ക്. ഇതിൻ്റെ ആൻസർ കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ ബി ഓബ്രീൻസ് ബ്ലോക്ക് ആണ്. ഇത് ജസ്റ്റ് ഈ ടെക്നിക്കിൻ്റെ പേരൊന്ന് അറിഞ്ഞു വെച്ചാൽ മതിയാകും. ഇതിൽ നിന്നും അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാൻ ചാൻസ് കുറവാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റിട്രോ ബൾബാർ ഇഞ്ചക്ഷൻ ഓഫ് സൈലോകൈൻ ബ്ലോക്സ് ഓൾ ഓഫ് ദ ഫോളോവിങ് എക്സെപ്റ്റ് ഓപ്ഷൻസ് എ തേർഡ് ക്രേനിയൽ നെർവ്, ബി ഫോർത്ത് ക്രേനിയൽ നെർവ്, സി സിക്സ്ത് ക്രേനിയൽ നെർവ്, ഡി സിലിയറി നെർവ്സ് ആൻഡ് സിലിയറി ഗാംഗ്ലിയോൺ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ഫോർത്ത് ക്രേനിയൽ നെർവ് ആണ്. അതായത് സൈലോക്കൈൻ വെച്ച് റിട്രോ ബൾബാർ ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ തേർഡ് ക്രേനിയൽ നെർവിനെ, സിക്സ്ത് ക്രേനിയൽ നെർവിനെ, സിലിയറി നെർവ്സിനെ, അതുപോലെ സിലിയറി ഗാംഗ്ലിയോണിനെ ഇതിനൊക്കെ അതിനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും. എന്നാൽ ഫോർത്ത് ക്രേനിയൽ നെർവിനെ ബ്ലോക്ക് ചെയ്യുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അബ്സല്യൂട്ട് ഇൻഡിക്കേഷൻ ഓഫ് എന്യൂക്ലിയേഷൻ ഈസ് ഓപ്ഷൻസ് എ ഇൻട്രാocular റെറ്റിനോബ്ലാസ്റ്റോമ, ബി എൻഡോഫ്താൽമൈറ്റിസ്, സി മ്യൂട്ടിലേറ്റിംഗ് ഒക്കുലാർ ഇഞ്ചുറി, ഡി ഓൾ ഓഫ് ദി എബോവ്. ഇതിൻ്റെ ആൻസർ കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ എ ഇൻട്രാocular റെറ്റിനോബ്ലാസ്റ്റോമയാണ്.
എൻഡോഫ്താൽമൈറ്റീസും അതുപോലെ മ്യൂട്ടിലേറ്റിംഗ് ഒക്കുലർ ഇഞ്ചുറിയും ഒക്കെ എനോക്കുലേഷൻ്റെ ഇൻഡിക്കേഷൻ തന്നെയാണ്. പക്ഷേ അബ്സല്യൂട്ട് എന്ന് പറഞ്ഞതുകൊണ്ട് ഇൻട്രാഒക്കുലർ റെറ്റിനോബ്ലാസ്റ്റോമയാണ് ആൻസർ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പൈലോകാർപ്പൻ ഈസ് നോട്ട് യൂസ്ഡ് ഇൻ യങ് അഡൾട്ട്സ് ആസ് ഇറ്റ് കോസസ് ഓപ്ഷൻസ് എ മയോപ്പിയ, ബി സിസ്റ്റിക് ബ്ലബ്സ് ഓഫ് ഐറിസ്, സി ഫാറ്റിക് റിയാക്ഷൻ, ഡി അലർജി വിത്ത് സർക്കം കോർണിയൽ കഞ്ചഷൻ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. പൈലോകാർപ്പിൻ യങ് അഡൾട്ട്സിലൊക്കെ മയോപ്പിക് ആക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് കൂടുതലായിട്ട് യൂസ് ചെയ്യാറില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്രഗ്സ് യൂസ്ഡ് ഇൻ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഹെർപ്പസ് സിംപ്ലെക്സ് കെരാറ്റൈറ്റിസ് ഇൻക്ലൂഡ് ഓൾ എക്സെപ്റ്റ് ഓപ്ഷൻസ് എ അയഡോക്സുറിഡിൻ 0.1%, ബി 5-ഫ്ലൂറോയുറാസിൽ, സി അഡിനോസിൻ അറാബിനോസൈഡ്, ഡി പൈമാസിൻ. ഇതിൻ്റെ ആൻസർ കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ ഡി പൈമാസിൻ ആണ്. ബാക്കിയെല്ലാം ഹെർപ്പസ് സിംപ്ലെക്സ് കെരാറ്റൈറ്റിസിൻ്റെ ട്രീറ്റ്മെൻറ്റിന് യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എട്രോപിൻ ഇൻസ്റ്റലേഷൻ ഓൾ ആർ സീൻ എക്സെപ്റ്റ് ഓപ്ഷൻസ് എ ഡയലേറ്റഡ് പ്യൂപ്പിൾ, ബി പാരലൈസിസ് ഓഫ് അക്കോമഡേഷൻ, സി ഇൻക്രീസ്ഡ് വാട്ടർ കണ്ടന്റ് ടു ടിയർ, ഡി ഡിക്രീസ്ഡ് വാട്ടർ കണ്ടന്റ് ടു ടിയർ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ഡിക്രീസ്ഡ് വാട്ടർ കണ്ടന്റ് ടു ടിയർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിയർ വിഷൻ ഈസ് നോട്ട് അഫക്റ്റഡ് വിത്ത് ഓപ്ഷൻസ് എ എട്രോപ്പിൻ, ബി അഡ്രിനാലിൻ, സി ഹോമട്രോപ്പിൻ, ഡി പൈലോകാർപ്പിൻ. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി അഡ്രിനാലിൻ ആണ്. ബാക്കി എട്രോപ്പിനും ഹോമട്രോപ്പിനും ഒക്കെ എന്താണ്? മിഡ്രിയാറ്റിക്സ് ആണ്. പൈലോകാർപ്പിൻ ആണെങ്കിൽ മയോട്ടിക്സും ആണ്. നെക്സ്റ്റ്, മെയിൻ ഡിസഡ്വാൻറ്റേജ് ഓഫ് കൊക്കെയ്ൻ ആസ് ലോക്കൽ അനസ്തെറ്റിക് വാസ് ഓപ്ഷൻസ് എ കോസസ് ഡ്രൈ ഐസ്, ബി ഫോളിക്കുലർ കൺജക്റ്റിവൈറ്റിസ്, സി ഇൻട്രാക്കുലർ പെനിട്രേഷൻ, ഡി എപ്പിത്തീലിയൽ ഇറോഷൻസ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി എപ്പിത്തീലിയൽ ഇറോഷൻസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോമ്പിനേഷൻ ഓഫ് പൈലോകാർപ്പിൻ ആൻഡ് എപ്പിനെഫ്രിൻ യൂസ് ഇൻ ഗ്ലോക്കോമ ട്രീറ്റ്മെൻറ്റ് മേ ഇൻഹിബിറ്റ് ഓപ്ഷൻസ് എ പിഗ്മെൻറ്റഡ് പ്യൂപ്പലറി സിസ്റ്റ്, ബി റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ്, സി വിട്രിയസ് ഹെമറേജ്, ഡി ഐറിഡോസൈക്ലൈറ്റിസ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ പിഗ്മെൻറ്റഡ് പ്യൂപ്പലറി സിസ്റ്റ് ആണ്. നെക്സ്റ്റ്, കോൺസെൻട്രേഷൻ ഓഫ് ട്രോപ്പിക്കമൈഡീസ് ഓപ്ഷൻസ് എ 0.01, ബി 0.02, സി 0.03, ഡി 0.05. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി 0.05 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മിഡ്രിയാറ്റിക് ടു ബി യൂസ്ഡ് ഇൻ എ 3-year-old ചൈൽഡ് ഫോർ റിഫ്രാക്ഷൻ ഓപ്ഷൻസ് എ 1% atropine drops, ബി 1% atropine eye ointment, സി 0.5% tropicamide eye drops, ഡി 2% homatropine eye drops. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി 1% atropine ointment ആണ്. ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, retrobulbar injections can be used in all the following cases except options A optic neuritis, B papillitis, C posterior uveitis, D anterior uveitis. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആൻറ്റീരിയർ uveitis ആണ്. ബാക്കി ഒപ്റ്റിക് ന്യൂറൈറ്റിസ്, പാപ്പിലൈറ്റിസ്, പോസ്റ്റീരിയർ uveitisലൊക്കെ നമുക്ക് റിട്രോബൾബാർ ഇഞ്ചെക്ഷൻസ് തന്നെയാണ് പ്രിഫേർഡ് ആയിട്ടുള്ളത്. എന്നാൽ ആൻറ്റീരിയർ uveitisൻ്റെ കേസിൽ സബ്റ്റനൻസ് ഇഞ്ചെക്ഷൻസ് ആണ് കൂടുതലും യൂസ് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അമിനോഗ്ലൈക്കോസൈഡ്സ് യൂസ്ഡ് ഇൻ ഒക്കുലാർ ഇൻഫെക്ഷൻസ് ഓപ്ഷൻസ് എ ടോബ്രാമൈസിൻ, ബി മോക്സിഫ്ലോക്സാസിൻ, സി ആംബിസിലിൻ, ഡി പെനിസിലിൻസ്. ഇതിൻ്റെ ആൻസർ എന്താണ്? നമ്മൾ പറഞ്ഞിരുന്നു ആൻറ്റി ബാക്ടീരിയൽ ഏജൻസ് പല ടൈപ്പ് ഉണ്ട്. സൾഫോണമൈഡ്സ്, ബീറ്റ ലാക്ടം ആൻറ്റിബയോട്ടിക്സ്, അമിനോഗ്ലൈക്കോസൈഡ്സ്, ടെട്രാസൈക്ലിൻസ്, ക്ലോറാംഫെനിക്കോൾ, പോളിപെപ്റ്റൈഡ്സ്, ഫ്ലൂറോക്വിനോലോൺസ്. അതിൽ ഫ്ലൂറോക്വിനോലോൺസിൻ്റെ എക്സാമ്പിളാണ് നമ്മളോട് കഴിഞ്ഞ എക്സാമിന് ചോദിച്ചത്. ഇവിടെ ഏതാ ചോദിച്ചത്? അമിനോഗ്ലൈക്കോസൈഡ്സ് ഏതാ ഇതിലെന്നാണ് ചോദിച്ചത്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ടോബ്രാമൈസിൻ ആണ്. ബാക്കി മോക്സിഫ്ലോക്സാസിൻ എന്ന് പറയുന്നത് നമ്മളെ ഫ്ലൂറോക്വിനോലോണിൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. ആംബിസിലിൻ എന്ന് പറയുന്നത് ബീറ്റ ലാക്ടം ആൻറ്റിബയോട്ടിക്സിൽ വരുന്നതാണ്. പെനിസിലിൻ എന്ന് പറയുന്നതും ബീറ്റ ലാക്ടം ആൻറ്റിബയോട്ടിക്സിൽ വരുന്നതാണ്. ബാക്കി അമിനോഗ്ലൈക്കോസൈഡ്സിൽ വരുന്ന വേറെ കുറച്ച് എക്സാമ്പിൾ കൂടെ നോക്കുക. ടോബ്രാമൈസിൻ അല്ലാണ്ട് സ്ട്രെപ്റ്റോമൈസിൻ, ജെൻഡാമൈസിൻ, അമിക്കാസിൻ, നിയോമൈസിൻ ഇവയൊക്കെ. എല്ലാ കാറ്റഗറിയിലും കുറച്ച് ഫെമിലർ ആയിട്ടുള്ളത് പറഞ്ഞുതരാം. നമ്മൾ സൾഫോണമൈഡ്സ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ക്ലാമിഡിയൽ ഇൻഫെക്ഷൻസിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ട്രക്കോമ, ഇൻക്ലൂഷൻ കൺജക്റ്റിവൈറ്റിസ് ഒക്കെ. പിന്നെ ബീറ്റ ലാക്ടം ആൻറ്റിബയോട്ടിക്സിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളവ ഒന്നുകൂടി നോട്ട് ചെയ്തോളൂ. പെനിസിലിൻസ്, ആംബിസിലിൻ, അമോക്സിലിൻ
അമിനോഗ്ലൈക്കോസൈഡ്സ് നമ്മളിപ്പോൾ പറഞ്ഞു, സ്ട്രെപ്റ്റോമൈസിൻ, ജെൻഡാമൈസിൻ, ടോബ്രാമൈസിൻ. ഇതെങ്കിലും അതിൽ ഓർത്തിരിക്കുക. പിന്നെ ഫ്ലൂറോക്വിനോളോൺസിൻ്റെ എക്സാമ്പിൾസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇത്രയും കാര്യങ്ങൾ എന്തായാലും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡ്രഗ് യൂസ്ഡ് ഫോർ CMV റെറ്റിനൈറ്റിസ്. ഓപ്ഷൻസ്: എ ഗാൻസിക്ലോവിർ, ബി ഫോസ്കാർനെറ്റ്, സി സിഡോവുഡിൻ, ഡി ഓൾ ഓഫ് ദീസ്. ഇതിൻ്റെ ആൻസർ എന്താണ്? നമുക്കറിയാം ഗാൻസിക്ലോവിർ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് CMV റെറ്റിനൈറ്റിസിന് യൂസ് ചെയ്യാറ്. പക്ഷേ ബാക്കിയുള്ള ഓപ്ഷൻസ് കൂടെ നോക്കുക. ഫോസ്കാർനെറ്റും സിഡോവുഡിനും കൂടെ CMV റെറ്റിനൈറ്റിസിന് യൂസ് ചെയ്യുന്ന ഐ ഡ്രോപ്സ് തന്നെയാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ. ഓൾ ഓഫ് ദീസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓൾ ആർ ആൻറ്റിവൈറൽ ഡ്രഗ്സ് എക്സെപ്റ്റ്. ഓപ്ഷൻസ്: എ ട്രൈഫ്ലൂറിഡിൻ, ബി അസൈക്ലോവിർ, സി വിഡ്രാബിൻ, ഡി ജെൻഡാമൈസിൻ. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ജെൻഡാമൈസിൻ ആണ്. ജെൻഡാമൈസിൻ ആൻറ്റിവൈറൽ അല്ല, ആൻറ്റി ബാക്ടീരിയൽ ആണ്. ബാക്കിയെല്ലാം ആൻറ്റിവൈറൽ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡ്രഗ് യൂസ്ഡ് ഫോർ ഹെർപ്പസ് സിംപ്ലെക്സ് വൈറസ് ഇൻഫെക്ഷൻ. ഓപ്ഷൻസ്: എ ഗാൻസിക്ലോവിർ, ബി അസൈക്ലോവിർ, സി മൈക്കോനോസോൾ, ഡി മോക്സിഫ്ലോക്സാസിൻ. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി അസൈക്ലോവിർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ആൻ ആൻറ്റി ഫംഗൽ ഡ്രഗ്. ഓപ്ഷൻസ്: എ ആംഫോട്ടറിസിൻ ബി, ബി ഫ്ലൂക്കോനസോൾ, സി വിഡ്രാബിൻ, ഡി ബോത്ത് എ ആൻഡ് ബി. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ്, ബോത്ത് എ ആൻഡ് ബി. ആംഫോട്ടറിസിൻ ബിയും ഫ്ലൂക്കോനസോളും ആൻറ്റി ഫംഗൽ ഡ്രഗിന് എക്സാമ്പിളാണ്. ഇമ്പോർട്ടൻ്റ് ആയി ഓർത്തിരിക്കേണ്ട കുറച്ച് ആൻറ്റി ഫംഗൽ ഡ്രഗ്സിൻ്റെ പേര് പറയാം. നിസ്റ്റാറ്റിൻ, ആംഫോട്ടറിസിൻ ബി, നാറ്റാമൈസിൻ, മൈക്കോനോസോൾ, ക്ലോട്രിമസോൾ, എക്കോനസോൾ, കീറ്റോകൊനസോൾ, ഫ്ലൂക്കോനസോൾ, ഇട്രാകൊനസോൾ. ഈ സോൾന്ന് ലാസ്റ്റ് വരുന്നതെല്ലാം ആൻറ്റി ഫംഗൽസിൽ വരുന്നതായിരിക്കും. ഈ ZOLE. അതുകൂടാണ്ട് വരുന്നവയാണ് ആംഫോട്ടറിസിൻ ബി, നാറ്റാമൈസിൻ, നിസ്റ്റാറ്റിൻ. ഇവ കൂടി ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ആൻ എക്സാമ്പിൾ ഫോർ ബീറ്റ അഡ്രിനർജിക് ബ്ലോക്കേഴ്സ്. ഓപ്ഷൻസ്: എ ടിമലോൾ, ബി ലാറ്റിനോപ്രോസ്റ്റ്, സി ഡോർസോളമൈഡ്, ഡി പൈലോകാർപ്പിൻ. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ടിമലോൾ ആണ്. ബാക്കി ലാറ്റിനോപ്രോസ്റ്റ് ഏതിൽ വരുന്നതാണ്? പ്രോസ്റ്റാഗ്ലാൻഡിൻ ഡെറിവേറ്റീവ്സ് ആണ്. പ്രോസ്റ്റ് എന്ന് വരുന്നവയെല്ലാം പ്രോസ്റ്റാഗ്ലാൻഡിൻ ഡെറിവേറ്റീവ്സിൽ ഉൾപ്പെടുന്നവയാണ്. പിന്നെ ഡോർസോളമൈഡ് എന്ന് പറയുന്നത് കാർബോണിക് അൺഹൈഡ്രേസ് ഇൻഹിബിറ്റർ ആണ്. ലാസ്റ്റ് അമൈഡ് എന്ന് വരുന്ന അസറ്റസോളമൈഡ്, ഡോർസോളമൈഡ്, ബ്രിൻസോളമൈഡ് ഇവയെല്ലാം കാർബോണിക് അൺഹൈഡ്രേസ് ഇൻഹിബിറ്റേഴ്സിൽ വരുന്നവയാണ്. പിന്നെ പൈലോകാർപ്പിൻ ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? പാരാസിമ്പതോ മിമിറ്റിക് ഡ്രഗ്സിലാണ് പൈലോകാർപ്പിൻ വരുന്നത്. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. പറഞ്ഞ കാര്യങ്ങളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബ്രിമോണിഡിൻ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ. ഓപ്ഷൻസ്: എ പ്രോസ്റ്റാഗ്ലാൻഡിൻ ഡെറിവേറ്റീവ്, ബി അഡ്രിനർജിക് അഗോണിസ്റ്റ്, സി ബീറ്റ അഡ്രിനർജിക് ബ്ലോക്കേഴ്സ്, ഡി ഹൈപ്രോസ്മോട്ടിക് ഏജൻറ്റ്. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി അഡ്രിനർജിക് അഗോണിസ്റ്റ് ആണ് ബ്രിമോണിഡിൻ എന്ന് പറയുന്നത്. ഈ അഡ്രിനർജിക് അഗോണിസ്റ്റിനെ തന്നെയാണ് സിമ്പതോ മിമിറ്റിക് ഡ്രഗ്സ് എന്നും പറയുന്നത്. ഇതിൽ നോൺ സെലക്റ്റീവ് അഡ്രിനർജിക് അഗോണിസ്റ്റും ഉണ്ട്, സെലക്റ്റീവ് ആൽഫ ടു അഗോണിസ്റ്റും ഉണ്ട്. ഇതിൽ സെലക്റ്റീവ് ആൽഫ ടു അഗോണിസ്റ്റിലാണ് ബ്രിമോണിഡിൻ വരുന്നത്. ഇതിൽ നോൺ സെലക്റ്റീവ് അഡ്രിനർജിക് അഗോണിസ്റ്റിൽ വരുന്നവയാണ് എപ്പിനെഫ്രിൻ, ഡിപ്പിവെഫ്രിൻ ഒക്കെ. സെലക്റ്റീവ് ആൽഫ ടു അഗോണിസ്റ്റിൽ ബ്രിമോണിഡിനും അതുപോലെ അപ്രാക്ലോണിഡിനും ഒക്കെ വരുന്നു. ഇത് ഓർത്തിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സാമ്പിൾ ഫോർ ഹൈപ്പർ ഓസ്മോട്ടിക് ഏജൻറ്റ്. ഓപ്ഷൻസ്: എ മാനിറ്റോൾ, ബി പൈലോകാർപ്പിൻ, സി ടിമലോൾ, ഡി എപ്പിനെഫ്രിൻ. ഇതിൻ്റെ ആൻസർ എന്താണ്? ഇതിൽ ഹൈപ്പർ ഓസ്മോട്ടിക് ഏജൻറ്റിൻ്റെ എക്സാമ്പിൾ മാനിറ്റോൾ ആണ്. മാനിറ്റോൾ കൂടാണ്ടെയുള്ള എക്സാമ്പിൾസ് ആണ് ഗ്ലിസറോൾ, യൂറിയ, ഐസോസോർബൈഡ് ഇവയൊക്കെ. ഇതും കൂടെ ഓർത്തിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്രഗ്സ് വിച്ച് ഡിക്രീസ് അക്വസ് പ്രൊഡക്ഷൻ. ഓപ്ഷൻസ്: എ അസിറ്റസോളമൈഡ്, ബി പൈലോകാർപ്പിൻ, സി ബിമാറ്റോപ്രോസ്റ്റ്, ഡി നൺ ഓഫ് ദീസ്. ഇതിൻ്റെ ആൻസർ എന്താണ്? നമ്മൾ ആൻറ്റി ഗ്ലോക്കോമ ഡ്രഗ്സിൻ്റെ ക്ലാസിഫിക്കേഷനിൽ പറഞ്ഞിരുന്നു. ഡ്രഗ്സ് വിച്ച് ഇൻക്രീസ് ട്രബുക്കുലർ ഔട്ട്ഫ്ലോ ഉണ്ട്, ഡ്രഗ്സ് വിച്ച് ഇൻക്രീസ് ഒവിയോസ്കുലർ ഔട്ട്ഫ്ലോ ഉണ്ട്, അതുകൂടാണ്ട് ഡ്രഗ്സ് വിച്ച് ഡിക്രീസ് അക്വസ് പ്രൊഡക്ഷൻ ഉണ്ട്. അതിൽ ഓരോന്നിലും വരുന്ന ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സും അതിന് എക്സാമ്പിൾസും ഒക്കെ നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. അപ്പോൾ ഡിക്രീസ് അക്വസ് പ്രൊഡക്ഷനിൽ വരുന്നത് ഇതിൽ ഏതാണ്? ഓപ്ഷൻ എ അസറ്റസോളമൈഡ് ആണ്. അസറ്റസോളമൈഡ് എന്ന് പറയുമ്പോൾ കാർബോണിക് അൺഹൈഡ്രേസ് ഇൻഹിബിറ്റേഴ്സിൽ വരുന്നവയാണ്. ഇവയെല്ലാം എന്താ ചെയ്യുന്നത്? അക്വസ് പ്രൊഡക്ഷൻ ഡിക്രീസ് ചെയ്യുക ചെയ്യുന്നത്. ബാക്കി പൈലോകാർപ്പിൻ എന്താ ചെയ്യുന്നത്? പൈലോകാർപ്പിൻ എന്ന് പറയുമ്പോൾ മയോട്ടിക്സിൽ വരുന്നവയാണ്. മയോട്ടിക്സ് പൊതുവെ ഡ്രഗ്സ് വെച്ച് ഇൻക്രീസ് ട്രബുക്കുലർ ഔട്ട്ഫ്ലോയിൽ വരുന്നവയാണ്. അപ്പോൾ അത് ട്രബുക്കുലർ ഔട്ട്ഫ്ലോ ഇൻക്രീസ് ചെയ്തിട്ട് IOP ലോവർ ചെയ്യുക. ഇനി ബിമാറ്റോപ്രോസ്റ്റും അതേ കാറ്റഗറിയിൽ വരുന്നവയാണ്.
ഡ്രഗ്സ് വിച്ച് ഇൻക്രീസ് ട്രബുക്കുലർ ഔട്ട്ഫ്ലോ. ആൻറ്റി ഗ്ലോക്കോമ ഡ്രഗ്സ് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ആ ക്ലാസിഫിക്കേഷൻ്റെ ഭാഗമൊക്കെ മറന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും കൂടെ റിവൈസ് ചെയ്യുക എല്ലാവരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡെക്സാമെഥസോൺ ഈസ് എ ഓപ്ഷൻസ് എ ഷോർട്ട് ആക്ടിംഗ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്, ബി ഇൻ്റർമീഡിയറ്റ് ആക്ടിംഗ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്, സി ലോങ് ആക്ടിംഗ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്, ഡി നൺ ഓഫ് ദീസ്. ഇതിൻ്റെ ആൻസർ എന്താണ്? ഡെക്സാമെഥസോൺ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ലോങ് ആക്ടിംഗ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് ആണ്. ഷോർട്ട് ആക്ടിംഗ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡിൻ്റെ എക്സാമ്പിളാണ് പ്രെഡ്നിസൊലോൺ. ഇൻ്റർമീഡിയറ്റ് ആക്ടിങ്ങിന് എക്സാമ്പിളാണ് ഫ്ലൂപ്രെഡ്നിസൊലോൺ. ആൻഡ് ലോങ് ആക്ടിങ്ങിന് എക്സാമ്പിളാണ് ഡെക്സാമെഥസോണും ബീറ്റാമെഥസോണും. ഇത് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓൾ ആർ എക്സാമ്പിൾ ഫോർ നോൺ സ്റ്റീറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് എക്സെപ്റ്റ് ഓപ്ഷൻസ് എ ഫ്ലർബിപ്രോഫൻ, ബി കീറ്റോറോലാക്, സി നെപ്പഫിനാക്, ഡി പ്രെഡ്നിസൊലോൺ. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി പ്രെഡ്നിസൊലോൺ ആണ്. പ്രെഡ്നിസൊലോൺ എന്ന് പറയുന്നത് എന്താണ്? കോർട്ടിക്കോസ്റ്റീറോയിഡ് ആണ്. ബാക്കി ഫ്ലർബിപ്രോഫൻ, കീറ്റോറോലാക്, നെപ്പോഫിനാക്ക്, പിന്നെ അതുപോലെ ബ്രോംഫിനാക്ക്, ഡിക്ലോഫിനാക്ക് ഒക്കെ ഉണ്ട്. ഇതെല്ലാം NSAIDsന് എക്സാമ്പിൾസ് ആണ്. കോർട്ടിക്കോസ്റ്റീറോയിഡ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ NSAIDsന് സൈഡ് എഫക്ട്സ് കുറവായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡ്രഗ്സ് യൂസ്ഡ് ഫോർ ട്രീറ്റിംഗ് ഡ്രൈ ഐസ് ഓപ്ഷൻസ് എ മീഥൈൽ സെല്ലുലോസ്, ബി പോളിവിനൈൽ ആൽക്കഹോൾ, സി ഹയലുറോണിഡൈസ്, ഡി ഓൾ ഓഫ് ദ എബോ. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോ ആണ്. ഇതിൽ തന്നെ ഡ്രൈ ഐസിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് സെല്ലുലോസ് എസ്റ്റേഴ്സ് ആണ്. അതിൽ സെല്ലുലോസ് എസ്റ്റേഴ്സിൽ വരുന്നതിന് എക്സാമ്പിളാണ് മീഥൈൽ സെല്ലുലോസ്, ഹൈഡ്രോക്സി പ്രൊപ്പൈൽ മീഥൈൽ സെല്ലുലോസ്, ഹൈഡ്രോക്സി ഈഥൈൽ സെല്ലുലോസ്, കാർബോക്സി മീഥൈൽ സെല്ലുലോസ് ഒക്കെ. സെല്ലുലോസ് എസ്റ്റേഴ്സ് കൂടാണ്ട് പോളിവിനൈൽ ആൽക്കഹോൾ ബേസ്ഡ് സൊല്യൂഷൻസും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതിൽ വരുന്നതാണ് പോളിവിനൈൽ ആൽക്കഹോൾ, പോളിവിനൈൽ പൈറോലിഡോൺ, പോളിമർ ബേസ്ഡ് ടിയർ സൊല്യൂഷൻസ് ഒക്കെ. പിന്നെ അത് കൂടാണ്ട് കുറച്ചുകൂടെ ലോങ് ഡ്യൂറേഷനിൽ നമുക്ക് ടിയർ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഹയാലുറോണിഡൈസ് ആൻഡ് പോളികാർബോഫിൽ ആൻഡ് ഡെക്സ്ട്രാൻ. ഈ പറഞ്ഞവ കൂടി ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മയോട്ടിക്സ് ആർ ഓൾസോ നോൺ ആസ് ഓപ്ഷൻസ് എ പാരാസിമ്പതോമിമെറ്റിക് ഡ്രഗ്സ്, ബി പാരാസിമ്പതോലിറ്റിക് ഡ്രഗ്സ്, സി സിമ്പതോമിമെറ്റിക് ഡ്രഗ്സ്, ഡി സിമ്പതോലിറ്റിക് ഡ്രഗ്സ്. മയോട്ടിക്സിനെ നമ്മൾ പൊതുവെ പാരാസിമ്പതോമിമെറ്റിക് ഡ്രഗ്സ് എന്നാണ് പറയുക. അതല്ലെങ്കിൽ കോളിനർജിക് ഡ്രഗ്സ് എന്നും പറയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓൾ ദ ഫോളോവിങ് ആർ ട്രൂ അബൌട്ട് ലാറ്റിനോപ്രോസ്റ്റ് എക്സെപ്റ്റ് ഓപ്ഷൻസ് എ ഇറ്റ് കോസസ് കൺജങ്ക്റ്റൈവൽ ഹൈപ്പറേമിയ, ബി ഇറ്റ് കോസസ് മിയോസിസ്, സി ഇറ്റ് കോസസ് എ ബ്രേക്ക് ഡൗൺ ഓഫ് ബ്ലഡ് ഒക്കുലാർ ബാരിയർ, ഡി ഇറ്റ് ഇൻക്രീസസ് ദ ഒവിയോസ്ക്ലീറൽ ഔട്ട്ഫ്ലോ. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്. ലാറ്റിനോപ്രോസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്രോസ്റ്റാഗ്ലാൻഡിൻ അനലോഗ്സിൽ വരുന്നതാണ്. അത് എന്ത് ചെയ്യുന്നുണ്ട്? ഇറ്റ് കോസസ് കൺജങ്ക്റ്റൈവൽ ഹൈപ്പറേമിയ, ഇറ്റ് കോസസ് എ ബ്രേക്ക് ഡൗൺ ഓഫ് ബ്ലഡ് ഒക്കുലാർ ബാരിയർ, ഇറ്റ് ലോവേഴ്സ് ദ IOP ബൈ ഇൻക്രീസിങ് ദി ഒവിയോസ്ക്ലീറൽ ഔട്ട്ഫ്ലോ. ആൻഡ് ഇവിടെ ഇൻകറക്റ്റ് ആയിട്ടുള്ളത് മിയോസിസ് കോസ് ചെയ്യും എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. അപ്പോൾ ഇപ്പോൾ 2 ക്ലാസ്സുകളിലായിട്ട് ഒക്കുലാർ ഫാർമക്കോളജി എന്ന് പറയുന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതിൽ നിങ്ങൾ പറഞ്ഞ ക്വസ്റ്റ്യൻസ് മാത്രം നോക്കി പോവാണ്ട് അതുമായിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞ ബാക്കിയുള്ള കാര്യങ്ങൾ കൂടെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. കാരണം ക്വസ്റ്റ്യൻസ് ആ ഒരു ടോപ്പിക് ബേസ് ചെയ്തിട്ട് എങ്ങനെയും ചോദിക്കാം. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കോമൺ ഡിസീസസ് ഓഫ് ഓർബിറ്റ്, ഐലിഡ്, ലാക്രിമൽ അപ്പാരറ്റസ്, കൺജങ്ക്റ്റൈവ, കോർണിയ, ഒവിയൽ ട്രാക്ട്, ലെൻസ്, ഒപ്റ്റിക് നെർവ്, റെറ്റിന 7 മാർക്കിനാണ്. ഈ ഒരു പാർട്ടിൽ നിന്നും വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ അടുത്ത ക്ലാസ്സുകളായിട്ട് ഡിസ്കസ് ചെയ്യുക. പെട്ടെന്ന് തന്നെ ടോപ്പിക്കുകളൊക്കെ കവർ ചെയ്യാൻ വേണ്ടി മാക്സിമം നോക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക്